അതിൽ നമുക്ക് പുതിയതായിട്ട് ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിചാരിക്കും. നമ്മളിതൊരു മാപ്പ് ചെയ്യാത്ത ഒരാളുടെ കേസ് നമുക്കതെങ്ങനെ മാപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ആളുടെ പേരടിച്ചു, മാപ്പ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ മാപ്പ് ലെക്ചർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രീവിയസ് SIR സ്റ്റേറ്റ് കേരള എന്നുള്ള ഓൾറെഡി സെലക്ടറാണ്. പ്രീവിയസ് SIR AC നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് അത് കാണിക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ റെക്കോർഡ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നുള്ളത്. ഇതിൽ ആഡ് പ്രൊഗനി എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞ ആളുടെ പേരടിച്ചു കൊടുക്കുക. അതിൽ ആഡ് പ്രൊഗനി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആരെയാണോ ലിങ്ക് ചെയ്യേണ്ടത് ആളുടെ വോട്ടർ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ആളുടെ മകൻ്റെ വോട്ടർ ഐ ഡി നമ്പറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് കാണിക്കും. ആ ഡീറ്റെയിൽസിൽ സെലക്ട് റിലേറ്റീവ് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്താണ് റിലേഷൻ, അപ്പോൾ മകനായതുകൊണ്ട് സൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പ്രൊഗനി ആഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് അതിൽ ഡിസ്പ്ലേ ചെയ്ത് വരും.